കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പീട്ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂടരഞ്ഞി വില്ലേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഴുവൻ റവന്യൂ ഓഫീസുകളും സ്മാർട്ടാകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജീവനക്കാർക്ക് സൗകര്യപ്രദമായ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ പ്രവർത്തിക്കുന്ന റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര മേഖലയിൽ വില്ലേജ് ഓഫീസുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 25 ലക്ഷം രൂപ ചെലവിട്ടാണ് 2 നിലകളിലായി സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 4 വർഷത്തിൽ 6000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മലാപ്പറമ്പ് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ പുതിയ വർക്ക്ഷോപ്പ് ലബോറട്ടറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗികവും നൂതനവുമായ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ KC ശോഭിത, സരിത പറയേരി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം, വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഇൻചാർജ് TS ജയശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ മുഖം മിനുക്കലിനൊരുങ്ങി കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ മുത്തശ്ശിപ്പാറ. 10 ലക്ഷം രൂപയാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായ മുത്തശ്ശിപ്പാറയുടെ വികസനത്തിനായി വനം വകുപ്പ് അനുവദിച്ചത്. ഈ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാത, ഹാൻഡ് ലൈൻ, ഇരിപ്പിടം തുടങ്ങിയവ നിർമ്മിക്കും. സംരക്ഷണ വേലി, ഇരിപ്പിടം, സോളാർ ലൈറ്റ്, പ്രവേശന കവാടം, ടിക്കറ്റ് കൗണ്ടർ, ശില്പം എന്നിവയും വനം വകുപ്പ് ഒരുക്കും. റോഡ്, കുടിവെള്ളം, ടോയ്ലറ്റ്, വേസ്റ്റ് ബിൻ എന്നിവ പഞ്ചായത്തും നിർമ്മിക്കും. കഫ്റ്റീരിയ, ഹോം സ്റ്റേ തുടങ്ങിയ സൗകര്യങ്ങളും നടപ്പാക്കുമെന്ന് കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി പറഞ്ഞു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന് കീഴിൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന്റെ പരിധിയിലുള്ള മടവൂർ നഴ്സറിയിൽ നല്ല ഇനം തേക്ക്, രത്നചന്ദനം, വേങ്ങ എന്നീ തൈകൾ 23 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്കുണ്ട്. ഫോൺ 8547603816, 8547603819. ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ITIകളിൽ അപ്രന്റീസ് ക്ലർക്ക് നിയമനത്തിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. 1 വർഷമാണ് നിയമന കാലാവധി. കൂടിക്കാഴ്ച ജൂലൈ 8 രാവിലെ 10:30 സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. യോഗ്യത ബിരുദം, DCA, COPA, മലയാളം, കമ്പ്യൂട്ടിംഗ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 10,000 രൂപ. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഫോൺ 0452370379. കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി 89 ദിവസത്തേക്ക് കുക്കിനെ നിയമിക്കുന്നു. അഭിമുഖം ജൂലൈ 4 രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിൽ. ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ സഹിതം എത്തണം. ഫോൺ 0495274136. കൊയിലാണ്ടി ITI വക 1.3808 ഹെക്ടർ സ്ഥലത്തുള്ള തെങ്ങുകളിൽ നിന്നും മേലാദായം കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്ക് ഏറ്റെടുക്കുന്നതിനുള്ള അവകാശം ജൂലൈ 10 രാവിലെ 11 മണിക്ക് ITIയിൽ പരസ്യമായി ലേലം ചെയ്യും. ലേലത്തിൽ പങ്കെടുക്കാൻ അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മുൻപായി തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരേണ്ടതും നിരതദ്രവ്യം 2000 രൂപ ഓഫീസിൽ കെട്ടിവെക്കേണ്ടതുമാണ്.
ഫോൺ 0496263129. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് തവനൂരിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നോളജീസ് വിഷയത്തിൽ ഏകദിന വർക്ക്ഷോപ്പ് നടത്തുന്നു. +2, ITI, ഡിപ്ലോമ എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ജൂലൈ 5 നടക്കുന്ന വർക്ക്ഷോപ്പിൽ സൗജന്യമായി പങ്കെടുക്കാം. ഫോൺ 9455999658 9072370755. സ്ക്രീനിൽ കാണുന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.